ഓക്കെ, നമ്മൾ പഠിക്കാൻ പോകുന്നത് ആംപിയർ സർക്യൂട്ടൽ തിയറം. മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് ആംപിയർ സർക്യൂട്ടൽ തിയറമാണ്. ആംപിയർ സർക്യൂട്ടൽ തിയറം വളരെ എളുപ്പമാണ്. ഒരു ചെറിയൊരു ഇക്വേഷൻ വെച്ച് നമുക്ക് പറയാം. ദ ഇന്റഗ്രൽ ഓഫ് ബി ഡോട്ട് ഡി എൽ ഇസ് ഈക്വൽ ടു മ്യൂ സീറോ ഐ. ഇന്റഗ്രൽ ഓഫ് ബി ഡോട്ട് ഡി എൽ ഇസ് ഈക്വൽ ടു എന്താണ്? മ്യൂ സീറോ ഐ. ഇതാണ് ആംപിയർ സർക്യൂട്ടൽ തിയറം പറയുന്നത്. അതായത് ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഞാൻ ഇവിടെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ചുറ്റും എന്താണ്? സർക്കുലർ ഷേപ്പിലായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നത്. അതായത് ഒരു ക്ലോസ്ഡ് ലൂപ്പിലായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നത്. ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ ലൈൻ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ്. ഓക്കെ, ബി ഡോട്ട് ഡി എൽ വിച്ച് ഇസ് ഈക്വൽ ടു മ്യൂ സീറോ ഐ. അതായത് മ്യൂ സീറോ ടൈംസ് ഓഫ് ദ കറണ്ട്. അതിൽ കൂടെ പാസ് ചെയ്യുന്ന കറണ്ടിന് മ്യൂ സീറോ ടൈംസിന് എന്തായിരിക്കും ഇവിടെ? ഈക്വൽ ആയിരിക്കും. ഇതാണ് എന്ത് പറയുന്നത്? ആംപിയർ സർക്യൂട്ടൽ തിയറം പറയുന്നത്. നിങ്ങൾ ആദ്യം ലോ എഴുതുക. ലോ എഴുതിയതിനു ശേഷം ഇക്വേഷൻ കൂടെ എഴുതി കഴിഞ്ഞാൽ ഇതിന്റെ 2 മാർക്ക് ഫുൾ മാർക്ക് നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യും? കിട്ടും. ഇനി നമുക്ക് ഈ ആംപിയർ സർക്യൂട്ടൽ തിയറം അനുസരിച്ച് നമുക്ക് ഇവിടെ നോക്കേണ്ടത് 2 ആപ്ലിക്കേഷൻ ഉണ്ട് ഇതിന്. ഓക്കെ, അതിൽ ഒന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ചുറ്റും ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്തുപയോഗിച്ച് കണ്ടുപിടിക്കണം? ആംപിയർ സർക്യൂട്ടൽ തിയറം ഉപയോഗിച്ച് കണ്ടുപിടിക്കണം. അപ്പോൾ ഞാൻ അതിന് വേണ്ടി ഐ എന്ന് പറയുന്ന കറണ്ട് പാസ് ചെയ്തു പോകുന്ന ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറാണ് ഞാൻ ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത്? കൺസിഡർ ചെയ്തിട്ടുള്ളത്. ശരിയാണോ? ഈ ഐ എന്ന് പറയുന്ന കറണ്ട് ഈ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ വഴി എന്ത് ചെയ്തു പോകുക? പാസ് ചെയ്തു പോവുക. അപ്പോൾ നമ്മൾ ആംപിയർ സർക്യൂട്ടൽ തിയറം എടുക്കുന്നതിന് മുമ്പ് ആദ്യം ഇവിടെ ഒരു ആംപീരിയർ ലൂപ്പ് കൺസിഡർ. ഞാൻ ഇവിടെ ഒരു സർക്കുലർ ഷേപ്പിന്റെ ലൂപ്പാണ് എടുത്തത്. ഇതിന്റെ റേഡിയസ് എ എന്ന് പറഞ്ഞ ലെറ്ററോട് സൂചിപ്പിച്ചു. ഓക്കെ, ഇനി ഇവിടുത്തെ കുഞ്ഞു പോർഷൻ, കുഞ്ഞു ലെങ്ത് ആണ് ഡി എൽ ആണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. അവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് അതേ ഡയറക്ഷനാണ് ഡി ബി എന്ന് പറഞ്ഞ സെയിം ഡയറക്ഷൻ. അങ്ങനെയാണെങ്കിൽ ലെങ്തും മാഗ്നറ്റിക് ഫീൽഡ് സെയിം ഡയറക്ഷൻ ആകുമ്പോൾ ഇവിടെ തീറ്റ ഓട്ടോമാറ്റിക്കലായിട്ട് എന്തായിരിക്കും? ഇവിടെ 0 ആയിരിക്കും. നമുക്കിനി ഇവിടെ എന്ത് കൊടുക്കാം? ആംപിയർ സർക്യൂട്ടൽ തിയറം അപ്ലൈ ചെയ്യാം. ആംപിയർ സർക്യൂട്ടൽ തിയറം പറയുന്നതാണ് ലൈൻ ഇന്റഗ്രൽ ഓഫ് ബി ഡോട്ട്, ഈ സർക്കുലർ ഷേപ്പ് സൂചിപ്പിക്കുന്ന ലൈൻ ഇന്റഗ്രൽ ക്ലോസ്ഡ് ആണെന്ന് കാണിക്കാനാണ്. ബി ഡോട്ട് ഡി എൽ വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ്? മ്യൂ സീറോ ഐ. ഇതാണ് എന്ത് പറയുന്നത്? ആംപിയർ സർക്യൂട്ടൽ തിയറം പറയുന്നത്. ശരിയല്ലേ? ഇനി ഡോട്ട് മാറുമ്പോൾ ഇവിടെ എന്ത് വരും? കോസ് വരും. ശരിയല്ലേ? അങ്ങനെയാണ് നമ്മുടെ ഇക്വേഷൻ അങ്ങനെ ഒരു ബി ഡോട്ട് ഡി എല്ലിന് വരെ എന്താ? ബി ഡി എൽ കോസ് തീറ്റ. കോസ് തീറ്റയ്ക്ക് വരും തീറ്റ 0 ആണ് ഞാൻ കൊടുത്തത്. കോസ് 0 വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ്? മ്യൂ സീറോ ഐ എന്ന് എടുത്തു. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്ന പരിപാടി ഇന്റഗ്രേഷൻ ചെയ്യുന്നു. ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ കോൺസ്റ്റന്റ് ആയ മാഗ്നറ്റിക് ഫീൽഡ് വെളിയിലെടുത്തു. കോസ് 0 1 ആണ്. അപ്പോൾ അതിനെ നമുക്ക് ഒഴിവാക്കാം. ഇനിയുള്ളത് ഇന്റഗ്രൽ ഓഫ് ഡി എൽ മാത്രമേ ഉള്ളൂ. വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ്? മ്യൂ സീറോ ഐ. ഇന്റഗ്രൽ ഓഫ് ഡി എൽ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ എടുത്ത കുഞ്ഞു ലെങ്ത് ആണ് ഡി എൽ. ശരിയല്ലേ? അപ്പോൾ ഇതിന്റെ ടോട്ടൽ ലെങ്ത് കൺസിഡർ ചെയ്യാൻ നമ്മൾ ഇതിന്റെ എന്ത് ചെയ്യണം? ഇതിന്റെ ചുറ്റളവ് എടുക്കണം. ഓക്കെ ആണല്ലോ? ടോട്ടൽ ലെങ്ത് കൺസിഡർ ചെയ്യാൻ നമ്മൾ ഇതിന്റെ ചുറ്റളവ് കണ്ടുപിടിക്കുന്നു. സർക്കുലർ ഷേപ്പിന്റെ ചുറ്റളവ് 2πr ആണ്. നമ്മളിവിടുത്തെ എ ആയതുകൊണ്ട് എന്ത് കൊടുക്കാം? 2πa കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരുന്നു? ബി ഇൻറ്റു 2πa വിച്ച് ഈസ് ഈക്വൽ ടു മ്യൂ സീറോ ഐ. ഇതിൽ നമുക്ക് ബി ആണ് ആവശ്യം. ബി ഈസ് ഈക്വൽ ടു എന്താണ് കിട്ടുമെന്ന് പറഞ്ഞേ? മ്യൂ സീറോ ഐ ഡിവൈഡഡ് ബൈ 2πa. ഇതാണ് ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ. അപ്പോൾ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ എന്താണ് പറഞ്ഞത്? ബി ഈസ് ഈക്വൽ ടു മ്യൂ സീറോ ഐ ഡിവൈഡഡ് ബൈ 2π. ഇനി നമുക്ക് രണ്ടാമത്തെ ആപ്ലിക്കേഷൻ നോക്കാം. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ എന്താണ്? സോളിനോയിഡ്. അതായത് ഒരു സോളിനോയിഡിൽ ഉണ്ടാകുന്ന മാഗ്നറ്റ്. നമുക്കൊരു സോളിനോയിഡ് വരച്ചു നോക്കാം. ഈ സോളിനോയിഡിന്റെ പ്രത്യേകത എന്താണ്? സോളിനോയിഡ് എന്ന് പറഞ്ഞാൽ ഒരു ഹെലിക്കൽ ഷേപ്പ് ആയിരിക്കും. എപ്പോഴും ഹെലിക്കൽ ഷേപ്പ് ആയിരിക്കും. ഇനി ഈ സോളിനോയിഡിന്റെ ലെങ്ത് ഞാൻ എന്തെടുത്തു? എൽ എന്ന് കൺസിഡർ ചെയ്തു. ഓക്കെ, ഇത് ഇന്ന് സൗത്ത് പോള്, ഇവിടെ എന്താണ്? നോർത്ത് പോള്. മാഗ്നറ്റിക് ഫീൽഡ് ലെൻസ് പാസ് ചെയ്ത് പോകുന്ന ഡയറക്ഷൻ. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ആംപീരിയർ ലൂപ്പ് കൺസിഡർ ചെയ്യണം. ആംപിയർ സർക്യൂട്ടൽ തിയറം കൊടുക്കണമെങ്കിൽ ആംപീരിയർ ലൂപ്പ് കൺസിഡർ ചെയ്യണം. ഞാൻ ഇവിടെ എ ബി സി ഡി ഒരു റെക്ടാങ്കുലർ ഷേപ്പിലെ ആംപീരിയർ ലൂപ്പാണ് ഇവിടെ കൺസിഡർ ചെയ്തത്. അപ്പോൾ എ ബി സി ഡി എന്ന് പറയുന്ന ഒരു റെക്ടാങ്കുലർ ഷേപ്പിലെ ആംപീരിയർ ലൂപ്പ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്തു. ഓക്കെ, ഇനി നമുക്കിവിടെ നോക്കാം. ആംപിയർ സർക്യൂട്ടൽ തിയറം കൊടുക്കുന്ന സമയത്ത് ഫസ്റ്റ് എ മുതൽ ബി വരെ എടുക്കണം. അടുത്ത് ബി മുതൽ സി വരെ, സി മുതൽ ഡി വരെ, ഡി മുതൽ എ വരെ എന്ത് ചെയ്യണം? ഇന്റഗ്രേറ്റ് ചെയ്യണം. നമുക്ക് ഓരോന്നായിട്ട് ഇക്വേഷൻ എഴുതി നോക്കാം. ഫസ്റ്റ് എ ടു ബി ബി ഡോട്ട് ഡി എൽ പ്ലസ് രണ്ടാമത് എങ്ങനെയാണ്? ബി ടു സി ബി ഡോട്ട് ഡി എൽ പ്ലസ് മൂന്നാമത് എങ്ങനെയായിരിക്കും? സി ടു ഡി ബി ഡോട്ട് ഡി എൽ പ്ലസ് നാലാമത് എങ്ങനെയായിരിക്കും? ഡി ടു എ ബി ഡോട്ട് ഡി എൽ. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? മ്യൂ സീറോ ഐ. മ്യൂ സീറോ ഐ. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ഈ ബി ഡോട്ട് ഡി എൽ മാറുമ്പോൾ എന്തൊരു എല്ലാവരും ആംഗിൾ കൊടുക്കണം. അപ്പോൾ ആംഗിൾ കൊടുക്കുമ്പോൾ എ ടു ബി ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഇതും സെയിം ഡയറക്ഷൻ ആയിട്ട് തീറ്റ.
ഇനി ബി ടു സി എടുക്കുമ്പോൾ 90 ഡിഗ്രി, സി ടു ഡി എടുക്കുമ്പോൾ അവിടെ 0 എടുക്കുക, ഡി ടു എ അതും പെർപെൻഡിക്കുലർ ആണ്, അത് രണ്ടും 90 ഡിഗ്രി. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരും പറഞ്ഞേ, ഇന്റഗ്രൽ ഓഫ് എ ടു ബി ബി ഡി എൽ ഫസ്റ്റ് കോസ് 0 ഓക്കെ പ്ലസ് ഇന്റഗ്രൽ ഓഫ് ബി ടു സി ബി ഡി എൽ കോസ് 90, കാരണം മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയാണ്, നമ്മുടെ ഡയറക്ഷൻ അങ്ങോട്ടാണ്, അപ്പോൾ പെർപെൻഡിക്കുലർ 90 ഡിഗ്രി പ്ലസ് ഇന്റഗ്രൽ ഓഫ് സി ടു ഡി ബി ഡി എൽ കോസ് 0 പ്ലസ് ഇന്റഗ്രൽ ഓഫ് ഡി ടു എ ബി ഡി എൽ കോസ് അവിടെ 90 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ് μ0 ആണ്. ഇനി ഒരു രണ്ട് കാര്യങ്ങൾ പറയാം, ഇവിടെ ശ്രദ്ധിച്ച്, അതായത് 90 ഡിഗ്രി വരുന്നിടത്ത് കോസ് 90 0 ആയിട്ട് പോകും, അത് രണ്ടും നമുക്ക് എന്ത് ചെയ്താൽ ഒഴിവാക്കിക്കളാം. പിന്നെ സി ടു ഡി ഇവിടെ ശ്രദ്ധിക്കുക, ഈ സോളിനോയിഡിന്റെ പുറത്തെ മാഗ്നറ്റിക് ഫീൽഡ് എന്തായിരിക്കും 0 ആയിരിക്കും. സോളിനോയിഡിന്റെ പുറത്തെ മാഗ്നറ്റിക് ഫീൽഡ് 0, കാരണം ഒന്ന് താഴോട്ടും ഒന്ന് മുകളിലോട്ടുമാണ്, നമ്മൾ അത് എടുക്കുന്ന സമയത്ത് എന്തുകൂടെ ക്യാൻസൽ ആയപ്പോൾ അത് എന്തുവരും, അത് 0 ആയിട്ട് എടുക്കും. പിന്നെ ഇനി ഇവിടെ ആര് മാത്രമേ ഉള്ളൂ, ഇന്റഗ്രൽ ഓഫ് എ ടു ബി മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആ ഇക്വേഷൻ ഒന്ന് എന്ത് ചെയ്യാം, മാറ്റി എഴുതി നോക്കാം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരുന്നു, ഇന്റഗ്രൽ ഓഫ് എ ടു ബി ബി ഡി എൽ കോസ് 0, കോസ് 0യുടെ വാല്യൂ 1 ആണ്, അപ്പോഴേ നമുക്ക് അത് ഒഴിവാക്കാം, വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ് μ0. അപ്പോൾ ഇത് മാത്രം കിട്ടി. ഇനി നമുക്ക് ഇതിന്റെ ഫൈനൽ ആൻസറിലോട്ട് പോവാം. ഫൈനൽ ആൻസർ ബി വെളിയിലെടുക്കുന്നു. ഇനി ഇന്റഗ്രൽ ഓഫ് ഡി എൽ വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ് μ0. ഇന്റഗ്രൽ ഓഫ് ഡി എൽ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ടോട്ടൽ ലെങ്ത് എന്താണ്, എൽ ആണ്. ആ ടോട്ടൽ ലെങ്ത് എടുത്താൽ പോരെ, അപ്പോഴ് ബി ഇൻറ്റു എൽ വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ് μ0 ഐ. ഓക്കെ ആണല്ലോ. ഇനി ഈ സോളിനോയിഡിന് എൻ നമ്പർ ഓഫ് ടേൺസ് ഉണ്ട്. അപ്പോൾ എൻ നമ്പർ ഓഫ് ടേൺസ് ഉള്ളതുകൊണ്ട് നമുക്ക് ഇവിടെ എന്ത് കൊടുക്കാം, μ0നോട് ഒരു എൻ കൂടെ ഇരിക്കുക. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ വരും, μ0 എൻ ഐ എന്ന് വരും. നമുക്കിനി ബി ആണ് ആവശ്യം. ബി ഈസ് ഈക്വൽ ടു എന്ത് വരും പറഞ്ഞേ, μ0 എൻ ഐ ഡിവൈഡഡ് ബൈ എൽ. കേട്ടോ, എൻ ബൈ എൽ നമ്മൾ സ്മോൾ ലെറ്റർ എൻ അല്ലേ കൊടുക്കുന്നത്, അതായത് യൂണിറ്റ് ലെങ്തിന്റെ നമ്പർ ഓഫ് ടേൺസ്, അതിനെ നമ്മൾ സ്മോൾ ലെറ്റർ എൻ. അപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ കിട്ടുന്നു ബി ഈസ് ഈക്വൽ ടു μ0 ഇൻറ്റു എൻ ബൈ എല്ലിന് വരെ സ്മോൾ ലെറ്റർ എൻ ഐ. ഇതാണ് നമ്മുടെ സോളിനോയിഡിന്റെ ഇക്വേഷൻ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് രണ്ട് കറണ്ട് ക്യാരിങ് കണ്ടക്ടറിനിടയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. രണ്ട് കറണ്ട് ക്യാരിങ് കണ്ടക്ടറിനിടയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിന്റെ ഇക്വേഷനാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ നമുക്ക് നോക്കിയാൽ, ഫസ്റ്റ് ഞാൻ ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ എടുത്തു, എ എടുത്തു, അതുപോലെ തന്നെ രണ്ടാമത്തെ കണ്ടക്ടർ ബി. ഈ രണ്ട് കണ്ടക്ടർ പാരലാണ്. ഇതിലോട്ട് പാസ് ചെയ്യുന്ന കറണ്ട് ആദ്യത്തേൽ I1 എന്ന് എടുക്കാം, രണ്ടാമത്തേലെ കറണ്ട് എന്താണ് I2, സെയിം ഡയറക്ഷനിൽ പോകുന്ന കറണ്ട്. ഓക്കെ, ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, ഈ കണ്ടക്ടറുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് ഞാൻ എടുത്തു ഡി എന്നെടുത്തു, ഇതിനിടയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. ഇനി ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം, നമ്മുടെ റൈറ്റ് ഹാൻഡ് നമ്പർ റൂൾ അനുസരിച്ച് മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ നിന്ന് ഉള്ളിലോട്ടും ഇവിടെ നിന്ന് എങ്ങോട്ടും ആയിരിക്കും, പുറത്തോട്ടും ആയിരിക്കും. അപ്പോഴേ ബി എന്ന് പറയുന്ന കണ്ടക്ടർ ഇരിക്കുന്നത് എ എന്ന് പറയുന്ന കണ്ടക്ടർ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും. അതായത് B1 എന്ന് പറയുന്ന മാഗ്നറ്റിക് ഫീൽഡിലായിരിക്കും നമ്മുടെ ബി എന്ന് പറയുന്ന കണ്ടക്ടർ ഉള്ളത്. ശരിയല്ലേ? ഇനി എ എന്ന് പറയുന്ന കണ്ടക്ടർ ഉള്ളത് ബി എന്ന് പറഞ്ഞ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ്, അതിനെ നമുക്ക് എന്തെടുക്കാം, B2 എന്ന് എടുക്കാം. ഈ രണ്ട് കൺസെപ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വെച്ചിരിക്കുക. എ എന്ന് പറയുന്ന കണ്ടക്ടർ ഇപ്പോൾ ഉള്ളത് ഈ രണ്ടാമത്തെ കണ്ടക്ടർ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിലും, ബി എന്ന് പറയുന്ന കണ്ടക്ടർ ഇപ്പോൾ ഉള്ളത് ആദ്യത്തെ കണ്ടക്ടർ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് B1ലും, ബി ഇപ്പോൾ ഉള്ളത് B2ലുമാണ്. ഓക്കെ, നമുക്ക് അതിന്റെ ഇക്വേഷൻ ഒന്ന് എഴുതി വെക്കാം. B1ന്റെ ഇക്വേഷൻ എന്തായിരിക്കും, B1 എന്ന് പറയുന്നത് ഫസ്റ്റ് കറണ്ട് ക്യാരിങ് കണ്ടക്ടർ കാരണം ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡ് കറണ്ട് ക്യാരിങ് കണ്ടക്ടറിന്റെ ഇക്വേഷൻ എന്താണ്, μ0, അവിടുത്തെ കറണ്ട് ആരാണ് I1 ഡിവൈഡഡ് ബൈ 2π. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ B2ന്റെ ഇക്വേഷൻ എന്തായിരിക്കും, സിമിലർലി B2ന്റെ ഇക്വേഷൻ എന്തായിരിക്കും, μ0, അവിടെ കറണ്ട് ഏത് കറണ്ട് കാരണമാണ്, I2 എന്ന് പറഞ്ഞ കറണ്ട് കാരണമാണ് B2 മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായത്, ഡിവൈഡഡ് ബൈ 2π. ഓക്കെ, ഇനി നമുക്ക് ഫോഴ്സ് ആണ് വേണ്ടത്, FA. ഫോഴ്സിന്റെ ഇക്വേഷൻ, ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിന്റെ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താണ്, F is equal to എന്തായിരുന്നു ഇക്വേഷൻ, I ഇൻറ്റു എൽ ക്രോസ് ബി. I ഇൻറ്റു എൽ ക്രോസ് ബി, ILB എന്ന് എടുക്കാം. IL, ഓക്കെ, ILB. ഇവിടുത്തെ കറണ്ട് ആരാണ്, FAയിലെ കറണ്ട് I1 ആണ്. ശരിയല്ലേ? ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് പക്ഷേ ആരാണ്, B2 ആണ്. അങ്ങനെയാണ് നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരും പറഞ്ഞേ, I1 L, അതുപോലെ തന്നെ ഇവിടെ എന്താണ് μ0 I2
ഡിവൈഡഡ് ബൈ 2πt. ഇത് എഫ് എയുടെ ഇക്വേഷൻ. ഇനി എഫ് ബിയുടെ ഇക്വേഷൻ അതുപോലെ എഴുതാം. എഫ് ബിയിലെ കറണ്ട് ആരാണ്? I2. അതിന്റെ ലെങ്ത് എന്തെന്നുണ്ട്? എൽ. വേണമെങ്കിൽ ഇവിടെ L1 എന്ന് കൊടുക്കാം, ഇവിടെ എന്താ കൊടുക്കാം? L2 എന്ന് കൊടുക്കാം. ഓക്കെ. ഇൻറ്റു അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ആരാണ്? B1 ആണ്. അപ്പോൾ B1ന്റെ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരും പറഞ്ഞേ? എഫ് ബി ഈസ് ഈക്വൽ ടു I2 L2 പിന്നെ എന്താണ്? മ്യൂ 0 I1 ഡിവൈഡഡ് ബൈ 2πt. ഈ രണ്ട് ഇക്വേഷൻ എന്താണ്? ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പർ 2 എന്താണെടാ? സെയിം ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? എഫ് എ ഈസ് ഈക്വൽ ടു എഫ് ബി എന്ന് എഴുതാം. കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. സംഭവം സിമ്പിളാണ്. അതായത് ഫസ്റ്റ് കണ്ടക്ടർ ഇരിപ്പുള്ളത് സെക്കൻഡിന്റെ മാഗ്നറ്റിക് ഫീൽഡിലും സെക്കൻഡ് കണ്ടക്ടർ ഇരിപ്പുള്ളത് ഫസ്റ്റിന്റെ മാഗ്നറ്റിക് ഫീൽഡിലുമാണ്. അങ്ങനെയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് എഴുതുമ്പോൾ അത് കാരണമാകുന്ന കറണ്ട് നമ്മൾ എഴുതുന്നു. പിന്നെ ഫോഴ്സിന്റെ ഇക്വേഷൻ കൊടുക്കുന്നു. രണ്ടും എന്തായിരിക്കും? ഈക്വൽ. അതായത് കറണ്ട് പോകുന്ന സെയിം ഡയറക്ഷൻ ആണെങ്കിൽ എന്തായിരിക്കും? അട്രാക്റ്റീവ് ഫോഴ്സ് ആയിരിക്കും. അട്രാക്റ്റീവ് ആയിരിക്കും. കറണ്ട് ഒന്ന് മുകളിലോട്ടും ഒന്ന് താഴോട്ടും ആണെങ്കിൽ അതെന്തായിരിക്കും? റിപ്പൾസീവ് ഫോഴ്സ് ആയിരിക്കും. ഈ കൺസെപ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക? ഓർത്ത് വച്ചിരിക്കുക. ഓക്കെ. അപ്പോൾ ഇതാണ് ഈ ഡെറിവേഷൻ വരുന്നത്. ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളത് എന്താണ്? ലാസ്റ്റ് ഒരു ചെറിയൊരു ടോപ്പിക് കൂടെ ഉണ്ട്. ടോർക്ക്. ഒരു കറണ്ട് ഏരിയയിൽ കണ്ടക്ടർ ആക്ട് ചെയ്യുന്ന ടോർക്കിന്റെ ഇക്വേഷൻ കൂടെ നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് എടുത്തു. ഇതാ ഇവിടെ നോർത്ത് പോള്, ഇത് സൗത്ത് പോള്. ഓക്കെ. ഇതിനിടയിൽ ഒരു റെക്ടാങ്കുലർ മാഗ്നറ്റിക് ഫീൽഡ് എടുത്തു. ഇതിൽ കറണ്ട് പാസ് ചെയ്ത് നോക്കുക. ഇത് ആരോ ശ്രദ്ധിക്കുക. ഇവിടെ നിന്ന് മുകളിൽ താഴോട്ട്. ഓക്കെ. ഇതിന്റെ പേര് കൊടുക്കുക. ABC എന്ന് പറഞ്ഞൊരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സിന്റെ ഇക്വേഷൻ, ഫോഴ്സ് എഫ് ഈക്വൽ ടു എന്തായിരിക്കും? ILB സൈൻ തീറ്റ. നമുക്ക് എന്തെടുക്കാം? ILB എന്ന് എടുക്കാം. ഫോഴ്സിന്റെ ഇക്വേഷൻ ആണ് എഫ് ഈക്വൽ ടു ILB. ഇനി ഇവിടെ BCയിലും ADയിലും തീറ്റ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ്? കറണ്ടും സെയിം ഡയറക്ഷൻ ആണ്. അതായത് തീറ്റ 0. ILB സൈൻ തീറ്റ വരുമ്പോൾ സൈൻ 0യുടെ വാല്യൂ 0 ആയിട്ട് പോകും, ക്യാൻസൽ ആയി പോകും. പിന്നെ ഉള്ള ഫോഴ്സ് ആര് മാത്രമേ ഉള്ളൂ? ABC. ഇവിടെ രണ്ടുമാണ് പെർപെൻഡിക്കുലർ ആയിട്ടുള്ളത്. അവിടെ മാത്രമേ ഫോഴ്സ് കിട്ടുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇവിടെ നിന്നുള്ള ഫോഴ്സ് ഉള്ളിലോട്ടും ഇവിടെ നിന്നുള്ള ഫോഴ്സ് പുറത്തോട്ടും ആയിരിക്കും. അപ്പോൾ ഈ കറണ്ട് ഏരിയങ് കണ്ടക്ടറിന് ഒരു റൊട്ടേറ്റിംഗ് എഫക്റ്റ് ആയിരിക്കും ഇവിടെ ഉണ്ടാകുന്നത്. അതായത് ടേണിംഗ് എഫക്റ്റ്. ഈ ടേണിംഗ് എഫക്റ്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് ടോർക്ക്. ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ആർമേച്ചർ കണ്ടിട്ടുണ്ടല്ലോ, അത് തിരിയുന്ന എങ്ങനെയായിരിക്കും? ഒരു ഭാഗം ഉള്ളിലോട്ടും ഒരു ഭാഗം ഇങ്ങോട്ടായിരിക്കും, പുറത്തോട്ടും ആയിരിക്കും. അതായത് റൊട്ടേറ്റിംഗ് എഫക്റ്റ് ആണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്. ആ റൊട്ടേറ്റിംഗ് എഫക്റ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടോർക്ക്. ഇപ്പോൾ നമുക്കിവിടെ എന്ത് കണ്ടുപിടിക്കണം? ടോ കണ്ടുപിടിക്കണം. ടോ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ആ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് നമുക്കൊന്ന് ജസ്റ്റ് ഞാൻ ഇവിടെ നോക്കണം. ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. ഈ മാഗ്നറ്റിക് ഫീൽഡിൽ ഇതാ ഒരു കറണ്ട് ഏരിയങ് കണ്ടക്ടർ ഇപ്പോൾ ഉണ്ട്. ഇതിൻ്റെ ലെങ്ത് L ആണ്. ഇതിൻ്റെ ആംഗിൾ എന്താണ്? തീറ്റയാണ്. അങ്ങനെയാണെങ്കിൽ ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ തീറ്റയ്ക്ക് ഓപ്പോസിറ്റ് എന്തായിരിക്കും? സൈൻ എടുത്താൽ മതി. എന്ത് വരും? L സൈൻ തീറ്റ നമുക്ക് എടുക്കാം. അപ്പോൾ ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്താണ്? L സൈൻ തീറ്റ. കൺസെപ്റ്റ് ഓർത്തിരിക്കുക. ഇതിൻ്റെ ലെങ്ത് L ആണ്. അപ്പോൾ ആംഗിൾ തീറ്റയാണ്. അങ്ങനെയാണെങ്കിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് L സൈൻ തീറ്റ. അപ്പോൾ നമ്മുടെ ഫോഴ്സിൻ്റെ ഇക്വേഷൻ അറിയാം. ILB ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് L സൈൻ തീറ്റ. ഓക്കെ. L ഇൻറ്റു L എന്ത് വരും? L സ്ക്വയർ B സൈൻ തീറ്റ. കൺസെപ്റ്റ് ഓർത്തിരിക്കുക. ഇനി ഒരു ചെറിയ കാര്യം പറഞ്ഞുതരാം. L സ്ക്വയർ എന്ന് പറഞ്ഞാൽ ലെങ്തിൻ്റെ സ്ക്വയർ, ഏരിയയാണ്. IAB സൈൻ തീറ്റ. ഓക്കെ. സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ തീറ്റ 90 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ IAB എന്ന് എഴുതാം. ഇനി I എന്ന് പറഞ്ഞാൽ നമ്മളൊരു പുതിയൊരു പോയിന്റാണ്, മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ്. അവിടെ നമ്മൾ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡൈപോൾ മൊമെന്റ് P ആണ്. ഇവിടുത്തെ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് M ആണ്. M എന്ന് പറഞ്ഞാൽ I. അപ്പോൾ എവിടെ I വന്നാലും എന്ത് കൊടുക്കാം? മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് M ആണ്. അങ്ങനെയാണ് നമ്മുടെ ഇക്വേഷൻ ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു എന്തിനോടാ? MB സൈൻ തീറ്റ ഓർ M ക്രോസ് B എന്ന് നമുക്ക് എഴുതാം. ഓക്കെ. MB സൈൻ തീറ്റ ഓർ M ക്രോസ് B. ഇനി അതുപോലെ ടോർക്ക് ടോയുടെ ഇക്വേഷൻ നമുക്ക് N നമ്പർ ഓഫ് ടേൺസ് ആണ് ഈ കോയിലുള്ളതെങ്കിൽ NAB എന്ന് നമുക്ക് എഴുതാം. ഓക്കെ. അതായത് സൈൻ 90 ആയിരിക്കും വാല്യൂ NAB. ഇത്രയും കൺസെപ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക? ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ ടോർക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് M ക്രോസ് B.